നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരുപാടുണ്ട് കണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. അടിപൊളിയാണ്. ഇതിപ്പോൾ ഇന്നലെ പുറത്തിറങ്ങിയ പടമാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് പറഞ്ഞത് ഇത് നമ്മൾ തിയേറ്ററിൽ കണ്ടിരിക്കുമ്പോഴത്തേക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല സ്ക്രീനിൽ. അതെ അതെ, ഫ്രെയിം ബൈ ഫ്രെയിം അത്ര ബ്യൂട്ടിയാണ്. ഭയങ്കര സംഭവമായിട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ പടത്തിന് ആളില്ല എന്നുള്ളതാണ് ആലോചിക്കുന്നത്. നൈസാണ്, ഭയങ്കര സംഭവമാണ്. ഫ്രെയിം ബൈ ഫ്രെയിമും ഫസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ കാര്യങ്ങളും കുറച്ചും കൂടെ സ്റ്റോറി കുറച്ചും കൂടെ ഡീപ്പായിട്ട് പോകുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആ റിവെഞ്ച് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ? അതാ പറഞ്ഞാൽ ഫസ്റ്റ് കണ്ടിട്ട് ഇന്നലെ ഞാൻ ഒന്നും കൂടെ കണ്ടിട്ടാണ് സെക്കൻഡ് കാണാൻ വന്നത്. അത് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ എക്സ്പെക്റ്റേഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും. ഇനിയും മേ ബി ഒരു തേർഡ് വരാൻ ചാൻസ് ഉണ്ട്. കഥ സ്റ്റോറി എൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വെയിറ്റ് ചെയ്യുക. അടിപൊളിയാണ്. ഫസ്റ്റ് പാർട്ടിനെക്കാളും കുറച്ചും കൂടെ എന്ന് വെച്ചാൽ അവർ ഗ്രാൻഡായിട്ട് സിനിമ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ നല്ലൊരു വിഷ്വൽ ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ പോയി കാണുക തന്നെ വേണം. അതിൻ്റെ ഒരു 4K എഫക്റ്റും സൗണ്ട് ക്വാളിറ്റിയൊക്കെ നന്നായിട്ടുണ്ട്. കൊള്ളാം. ഫസ്റ്റ് കണ്ടാണ്. ഫസ്റ്റിനെക്കാളും കുറച്ചും കൂടെ മേക്കിങ്ങിൽ നന്നായിട്ട് നിൽപ്പുണ്ട്. പിന്നെ നമുക്ക് മൊത്തത്തിൽ ആ ഒരു ആൾക്കാർ അതിൻ്റെ അകത്തുള്ള ഇപ്പോൾ തിമോത്തി ആണെങ്കിലും സെൻഡായൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ നന്നായിട്ട് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു നല്ല ഒരു സ്കോപ്പ് ഇതിൻ്റെ അകത്തുണ്ട്. കൊള്ളാം. വർത്താണ്. എനിക്ക് പേഴ്സണലായിട്ട് വർത്തായിട്ട് തോന്നി. ഇതിനെ അത്യാവശ്യം ഫാൻ ഫോളോയിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും. ഇത് ഇന്നലെ റിലീസ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ തിയേറ്ററിൽ കണ്ടിരിക്കുമ്പോൾ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല എന്നുള്ളൊരു മറുപടി ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഇത് കുറച്ച് എനിക്ക് പേഴ്സണലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പകുതിയൊക്കെ വെച്ചിട്ട് കുറച്ച് ഒരു ലാഗ് പതുക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അത് അവർ അവസാനമൊക്കെ എത്തുമ്പോൾ കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ അടിപൊളി. വിഷ്വലൊക്കെ കൊള്ളായിരിക്കും. വിഷ്വലൊക്കെ അടിപൊളിയാണ്. സെറ്റാണ്. എങ്ങനെയുണ്ട് പടം? കുഴപ്പമില്ല, ആവറേജ് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്കൊന്നും ഒത്തില്ല. എൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടതല്ലേ? അപ്പോൾ ഫസ്റ്റ് പാർട്ടിന്റെ സ്റ്റോറി ബേസ് തന്നെയാണ്. പക്ഷെ ഒരു ലെവൽ എത്തിയില്ല. ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷെ സ്റ്റോറി ബേസ് ഭയങ്കര വീക്കായിട്ട്. ഇതിന്റെ ഫസ്റ്റ് റിവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര അഭിപ്രായം തിയേറ്ററിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. സെക്കൻഡ് ബെറ്റർ ആണ് ഫസ്റ്റിനെക്കാട്ടും. ബട്ട് സ്റ്റിൽ ആ ഒരു ലൈക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല. ഇനി ഒരു തേർഡ് പാർട്ട് ഉണ്ടല്ലോ? തേർഡ് പാർട്ടും ഉണ്ടാവും. ഓക്കെ, അതിനെങ്ങനെയുണ്ടോ? അത് വെയിറ്റിംഗ് ആണോ? അതിന് വെയിറ്റിംഗ് അല്ല, ഒട്ടുമില്ല. എങ്ങനെയുണ്ട് ചേട്ടാ? ഡ്യൂണ് കൊള്ളാം, അടിപൊളി ചേട്ടാ. ഡ്യൂണ് ഫസ്റ്റ് പോലെ തന്നെ സെക്കൻഡും അതേ പ്രോമിസിംഗ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ സിന്ധെ അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എന്തെങ്കിലും അടിപൊളി സിനിമ, നല്ല രസമുണ്ട്. സെക്കൻഡ് പൊളിയാണ്. അതുപോലെ തന്നെ വർക്കും ഗ്രാഫിക്കും അടിപൊളി, രക്ഷ. വിഷ്വലൊക്കെ അടിപൊളിയാണെന്നാണ് പുറത്തുനിന്നൊക്കെ റിവ്യൂ വന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തന്നെ കാരണം ഫസ്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അതിൻ്റെങ്കിലും ഒരു ഡബിൾ ഇമ്പാക്ട് ആണ് ഈ സിനിമ. നല്ല രസമുണ്ട്. ടെക്നോളജീസ് ഒക്കെ മാറി വന്നപ്പോൾ കാരണം കുറച്ച് വർഷം ഇതുള്ളെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ്? ആക്ഷൻ സീക്വൻസ് ഒക്കെ വിഷ്വലി സ്റ്റണ്ണിങ്, നല്ല ഡയറക്ഷൻ, സിനിമാറ്റോഗ്രഫി ഒക്കെ അടിപൊളിയായിരുന്നു, ഓരോ ഷോട്ടും. ഇതിന്റെ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ റിവെഞ്ച് സ്റ്റോറിയല്ലേ വരുന്നത്? അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു പെർഫെക്റ്റ് സീക്വലാണ്. നല്ല ആക്ഷൻ സീക്വൻസും കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട് ഫസ്റ്റിനെ അപേക്ഷിച്ച്. ഫസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ടെക്നോളജിക്കലി ഇത് വളർന്നിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു? സ്ക്രീനിലൊക്കെ വിഷ്വലി എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമാറ്റോഗ്രഫി നല്ല ബെറ്റർ ആണ്. വേറെ എന്താണ് എടുത്ത് പറയാൻ? ആക്ഷൻ സീക്വൻസിന് ആക്ടിംഗ് ആണ്. തിമോത്തി ശർമ്മയുടെ ഒക്കെ ആക്ടിങ് നൈസ് ആയിരുന്നു. എങ്ങനെയുണ്ട് ബ്രോ പടം? കൊള്ളായിരുന്നു, നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് പാർട്ടിൻ്റെ സെയിം നല്ല കൊള്ളായിരുന്നു. ഡയറക്ഷനൊക്കെ ഒക്കെ ആയിരുന്നു. സ്റ്റോറി നല്ല ക്യാപ്റ്റിവേറ്റിംഗ് ആയിരുന്നു. ഫസ്റ്റിന്റെ കണ്ടിന്യൂഷൻ ഇല്ലേ വരുന്നത്? അപ്പോൾ അത് റിവെഞ്ച് സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു? ആ റിവെഞ്ച് സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഫസ്റ്റിനെക്കാട്ടി കൊള്ളായിരുന്നു ഒരുവിധം. നല്ല ക്യാപ്റ്റിവേറ്റിംഗ് ആയിരുന്നു. ഇതിന്റെ വിഷ്വൽ കാരണം തിയേറ്ററിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ്? വിഷ്വലൊക്കെ ടോപ്പായിരുന്നു, നൈസായിരുന്നു. കൊള്ളായിരുന്നു. VFXും പിന്നെ സൗണ്ട് ക്വാളിറ്റി എല്ലാം അവർ പക്കയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഫർദർ പാർട്സ് വരാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടാണ്? ഫസ്റ്റ് പാർട്ട് കണ്ടു. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് റിവെഞ്ച് സ്റ്റോറി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റോറി കുറച്ച് സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം, നല്ല മൂവി. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുള്ളതല്ലേ? ഫസ്റ്റ് പാർട്ട്. അപ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ വരുമ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റോറി റിവെഞ്ച് ഒക്കെ വരുമ്പോഴത്തേക്ക് കൊള്ളാം, നല്ല ലാസ്റ്റൊക്കെ ആകുമ്പോൾ നല്ല മൂവിയാണ്. ഇതിൽ പടമൊക്കെ പുറത്ത് ഇന്നലെ ഇറങ്ങി. അപ്പോൾ ഇതിന് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റൂല, അത്ര നല്ല വിഷ്വലി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. എനിക്ക് തോന്നിയില്ല, അങ്ങനെ കൊള്ളായിരുന്നു. ലാസ്റ്റൊക്കെ ഒരു 15 മിനിറ്റ്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു.